Hello guys, welcome all. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, ബിഫോർ ദാറ്റ് എൻ്റെ ഓഡിയോ ക്ലിയർ ആണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവോ? എല്ലാവർക്കും ഓഡിബിൾ ആണോ? നമുക്കെന്നാ ടോപ്പിക്കിലേക്ക് പോവാം. എല്ലാവർക്കും സ്ലൈഡ് കാണാമെന്ന് ഓക്കെ, എല്ലാവർക്കും സ്ലൈഡ് കാണാവോ? ജസ്റ്റ് ഒന്ന്, എനിക്ക് നിങ്ങളുടെ കമന്റ്സ് ഇനി കാണാൻ സാധിക്കില്ല. സോ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ആക്കി സംസാരിക്കാം. എല്ലാവർക്കും സ്ലൈഡ് കാണാവോ? വിസിബിൾ ആണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഇതിൽ ഓർത്തിരിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സോ നമുക്കതിൻ്റെ തിയറി പാർട്ട് നമുക്കൊന്ന് കവർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ഡെഫിനേഷൻ ആയിട്ട് നമ്മൾ കാണുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് which is calculated from management standard of efficient operation and relevant necessary expenditure. So നമുക്കറിയാം സ്റ്റാൻഡേർഡ്, എല്ലാത്തിലും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, റൈറ്റ്? സോ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനാണെങ്കിൽ കൂടിയും അതിനൊരു മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അത് വളരെ കുറച്ചുകൂടി നല്ലൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ കോസ്റ്റിന്റെ ബേസിലാണെങ്കിലും, കോസ്റ്റ് ഒരു കമ്പനിയുടെ കോസ്റ്റിനെ ആസ്പദമാക്കി പറയുകയാണെങ്കിലും സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഇത് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് മാനേജ്മെന്റ് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് നിന്നായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു എപ്പോഴെങ്കിലും അവർ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു അങ്ങനെ പല സിറ്റുവേഷനിൽ നിന്നായിരിക്കാം സ്റ്റാൻഡേർഡ് കോസ്റ്റ് അവർ പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, സോ അത് മനസ്സിലാക്കുക, ഇറ്റ്സ് എ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം, it is a method of cost accounting in which standard costs are used. Actual costs are compared with the standard cost to learn the amount and reason for variations from the standard. Cost ingane adinte definition namukku moonayitte divide cheyam. First of all, it's a method of cost accounting in which standard costs are used in recording certain transactions. ചില കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് ആക്ച്വൽ കോസ്റ്റ് ആർ കമ്പയർഡ് വിത്ത് ദി സ്റ്റാൻഡേർഡ് കോസ്റ്റ് ടു ലേൺ ദി എമൗണ്ട് ആൻഡ് റീസൺ ഫോർ വേരിയേഷൻസ് ഫ്രം ദി സ്റ്റാൻഡേർഡ്. എന്തുകൊണ്ട് ആ വേരിയേഷൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഓക്കെ, വാട്ട് എവർ, എന്ത് വേരിയേഷൻസ് തന്നെയാണെങ്കിലും അതിന്റെ റീസൺ എന്ത്, അല്ലെങ്കിൽ എത്രയാണ് ആ വേരിയേഷൻസ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോപ്പർ പ്ലാനിങ്, ദെൻ എഫിഷ്യന്റ് കോസ്റ്റ് കൺട്രോൾ, നന്നായിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ മെത്തേഡ് കൂടിയാണ്. ദെൻ ഇൻവെന്ററി കൺട്രോൾ, ദെൻ ഹെൽപ്ഫുൾ ഇൻ ബഡ്ജറ്റിംഗ്, അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ദെൻ ഫ്യൂച്ചറിലേക്ക് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും ഇത് ഒരു പരിധിവരെ ഹെൽപ്ഫുൾ ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓക്കെ, ദെൻ ഇതിന്റെ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത് ഇറ്റ്സ് എ കോസ്റ്റ്ലി സിസ്റ്റം. ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ ദെൻ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്, ഒപ്പം ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടിയാണ്. ദെൻ കൺസിസ്റ്റൻസി ഓഫ് സ്റ്റാൻഡേർഡ്, നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ അതൊക്കെ അനുസരിച്ച് വേണം നമുക്ക് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഫോളോ ചെയ്യാം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് ആണ്. ഡിസ്കറേജ്മെന്റ് ഫോർ വർക്കേഴ്സ്, ഓഫ് കോഴ്സ് ഇതൊരു ഡിസഡ്വാൻറ്റേജസിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് എപ്പോഴും ഒരു നല്ലൊരു കാര്യമാണ്.
ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് തന്നെ ഓവറോൾ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബട്ട് ചില കേസുകളിൽ ഒരു പക്ഷേ ചില വർക്കേഴ്സിൽ ഇതൊരു ഡിസ്കറേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു സിറ്റുവേഷൻ ഇടയാക്കുന്നുണ്ട്. The next one, difficulties in fixation of standard. നമ്മൾ നേരത്തെ പറഞ്ഞു ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ബിക്കോസ് സ്റ്റാൻഡേർഡ് നല്ല രീതിയിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനേഷനിൽ കണ്ടതാണ്. മേ ബി പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെത്തേഡിൽ നിന്നായിരിക്കാം. സോ അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ്. ദെൻ ഡിഫിക്കൽട്ടീസ് ഫോർ സ്മോൾ ഇൻഡസ്ട്രീസ്. കൂടുതലും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത് മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിലായിരിക്കും. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലൊക്കെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് അതനുസരിച്ച് വർക്ക് ചെയ്യാന്ന് പറയുന്നത് താരതമ്യേന ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രൊസീജിയറിലേക്ക് കിടക്കാം. പ്രൊസീജിയർ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം. ഇതിൽ 4 സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, 4 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, സെറ്റിംഗ് അപ്പ് കോസ്റ്റ് സെന്റർ. Second one, classification of accounts. Third one, types of standards. Then last final step, setting up standards. Okay, നമുക്കത് ഓരോ സ്റ്റെപ്സും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് സെറ്റിംഗ് അപ്പ് കോസ്റ്റ് സെന്റർ. എ കോസ്റ്റ് സെന്റർ ഇസ് എ ലൊക്കേഷൻ, people or item of equipment for cost may be ascertained and used for the purpose of cost control. Cost control എന്നൊരു പർപ്പസിന് വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതൊരു ലൊക്കേഷൻ ആയിരിക്കാം, പീപ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആയിരിക്കാം. ഓക്കെ, ഏത് ഏരിയയിലേക്കാണോ നമ്മൾ കോസ്റ്റ് അസൈൻ ചെയ്യേണ്ടത് ആ ഒരു ഏരിയയാണ് നമ്മളിവിടെ കോസ്റ്റ് സെന്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് സെന്റർ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആഫ്റ്റർ ദാറ്റ് അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ഓർഡർ ടു അസിസ്റ്റ് കളക്ഷൻ ആൻഡ് അനാലിസിസ്. ഓക്കെ, ഇതിന് ശേഷം ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ഇതിന്റെ ടോട്ടൽ അക്കൗണ്ട്സ് എന്തൊക്കെയാണോ അതെല്ലാം എല്ലാ കാര്യങ്ങളും അതിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, കോസ്റ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്, ഓവർഹെഡ് എന്ന് പറയുന്നത് കാര്യം. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിവിടെ അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഫോർ എന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് ലേബർ. തേർഡ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇതില് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് 2 ടൈപ്പ് സ്റ്റാൻഡേർഡ് ആണ് യൂഷ്വലി നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. അത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ കറന്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് വൺ ബേസിക് സ്റ്റാൻഡേർഡ്. കറന്റ് സ്റ്റാൻഡേർഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി കറന്റ് സിനാരിയോ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള പറയുന്ന കറന്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോഴത്തെ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള മനസ്സിലാക്കി ഇപ്പോഴത്തെ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, അതാണ് കറന്റ് സ്റ്റാൻഡേർഡ് എന്നുള്ള ആ ഒരു ഏരിയയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി കറന്റ് സ്റ്റാൻഡേർഡിൽ തന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഐഡിയൽ സ്റ്റാൻഡേർഡ്സ്, എക്സ്പെക്ടഡ് സ്റ്റാൻഡേർഡ്സ്, ദെൻ നോർമൽ സ്റ്റാൻഡേർഡ്സ്. ഐഡിയൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു തരത്തിൽ അതൊരു അൺറിയലിസ്റ്റിക് ആണ്. ഇങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളത് ഒരു ഐഡിയൽ സ്റ്റാൻഡേർഡ് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുന്നു, ദെൻ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അതാണ് ഈ പറയുന്ന ഐഡിയൽ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അത് കുറച്ചുകൂടി അൺറിയലിസ്റ്റിക് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ ആയിരിക്കും. രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത് എക്സ്പെക്ടഡ് സ്റ്റാൻഡേർഡ്. അതായത് നമ്മളുടെ ബിസിനസിന്റെ ഇത് ഡിഫറെന്റ് ആയിരിക്കും. അതായത് നമ്മളുടെ ബിസിനസിന്റെ ഏത് ബിസിനസ്സിലാണോ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ബിസിനസിന്റെ ഫ്യൂച്ചർ പെർഫോമൻസ് ഇത്ര ലെവൽ ഓഫ് ആക്ടിവിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫോമൻസ് ഇങ്ങനെ ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് എക്സ്പെക്ടഡ് സ്റ്റാൻഡേർഡ്സ്. ദ നെക്സ്റ്റ് വൺ നോർമൽ സ്റ്റാൻഡേർഡ്സ്. ആവറേജ് പെർഫോമൻസ് ഓൾറെഡി കഴിഞ്ഞ റീസെന്റ് ആയിട്ടുള്ള ഒരു ആവറേജ് പെർഫോമൻസ് ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്യുന്നതായിരിക്കും നോർമൽ സ്റ്റാൻഡേർഡ്സ്. കറന്റ് സ്റ്റാൻഡേർഡ്സിന്റെ സബ് ഡിവിഷൻസ് ആണ്. ഇനി സെക്കൻഡ് ടൈപ്പ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ബേസിക് സ്റ്റാൻഡേർഡ്സ്. ബേസിക് സ്റ്റാൻഡേർഡ്സ് ആർ ഓഫ് നോ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് അസർട്ടൈൻമെന്റ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് സ്റ്റാൻഡേർഡ് ഈസ് സെറ്റ് ഓൺ എ ലോങ് ടേം ബേസിസ്. ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി വളരെ കുറവാണ്, അല്ലെങ്കിൽ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ബിക്കോസ് ഇത് പണ്ട് മുതലേ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, കാരണം പണ്ടത്തെ ബിസിനസ് സിറ്റുവേഷൻ ആയിരിക്കില്ല ഇന്നത്തെ സിറ്റുവേഷൻ. സോ ചിലപ്പോൾ ഇത് കറന്റ് സിനാരിയോയിൽ, കറന്റ് ബിസിനസ് സിറ്റുവേഷൻസിൽ ഇത് ഒരുപക്ഷെ അപ്ലൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും.
അതാണ് ബേസിക് സ്റ്റാൻഡേർഡ്സിന്റെ ഒരു പ്രശ്നം. ഓക്കെ, ദിസ് സ്റ്റാൻഡേർഡ് ഇസ് സെറ്റ് ഓൺ എ ലോങ് ടേം ബേസിസ്. ഇത് കുറച്ച് നാളത്തേക്ക് വേണ്ടി ആയിരിക്കില്ല, കണ്ടിന്യൂസ് ഒരു ലോങ് ഇയേഴ്സിലേക്ക് വേണ്ടി ആയിരിക്കും ഇത്തരം സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫോളോ ചെയ്യുന്നത് ഒരു ലോങ് ഇയേഴ്സിലേക്ക് വേണ്ടിയായിരിക്കും. ഇതാണ് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ദ ലാസ്റ്റ് വൺ, സെറ്റിംഗ് അപ്പ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഇതിൽ ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ് നോക്കിയതിന് ശേഷം ഇതിൽ നമ്മളുടെ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആവുന്ന ഏതാണോ അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടു കാര്യങ്ങൾ ഓർക്കണം. While setting the standards, the following points should be taken into consideration. കുറച്ച് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡ്യൂറേഷൻ ഓഫ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, എത്ര നേരത്തെ പറഞ്ഞ പോലെ എത്ര പീരീഡ്, എത്ര നാളത്തേക്ക് വേണ്ടി ആയിരിക്കണം ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അതനുസരിച്ച് വേണം നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് വൺ, റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസിന്റെ കാര്യം നമ്മൾ നോക്കണം. ദെൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി, നമ്മളുടെ ബിസിനസിന്റെ അതായത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്ന ലെവൽ ഓഫ് നോക്കുക, ലെവൽ ഓഫ് ആക്ടിവിറ്റി നോക്കുക. ദെൻ അതനുസരിച്ച് മാത്രം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടിപ്സ്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന ടോപ്പിക്കിൽ നമ്മൾ ഡെഫിനിഷനിൽ നമ്മൾ വ്യക്തം ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആക്ച്വൽ കോസ്റ്റ് ഇത് സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുന്നത് എന്തിനാണെന്നും കൂടി നമ്മളോട് പറഞ്ഞിരുന്നു. ടു കാൽക്കുലേറ്റ് ദി എമൗണ്ട് ആൻഡ് ദി റീസൺ ഓഫ് ടു അസർടൈൻ ദി റീസൺ ഫോർ ദി വേരിയൻസ്, റീസൺ ഓഫ് വേരിയൻസ്. ഇനി എന്താണ് ആ വേരിയൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, variance analysis ആണ് നെക്സ്റ്റ് ടോപ്പിക്. വേരിയൻസ് മീൻസ് ദ ഡീവിയേഷൻ ഓഫ് ദി ആക്ച്വൽ കോസ്റ്റ് ഓർ ആക്ച്വൽ സെയിൽസ് ഫ്രം ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓർ പ്രോഫിറ്റ് ഓർ സെയിൽസ്. അതായത് എത്രത്തോളം വേരിയേഷൻസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അതായത് ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ പറയുന്ന വേരിയൻസ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ കോസസ് ഓഫ് ദ വേരിയൻസ് their effect is regarded as the analysis of variance. അതായത് വേരിയൻസ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന വേരിയൻസിന്റെ, അതായത് ഈ പറയുന്ന ഡിഫറൻസ് സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിന്റെ കോസസ് മനസ്സിലാക്കുന്നു, ആൻഡ് അതിന്റെ ഇഫക്റ്റ് അതും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്. അതിൽ രണ്ട് ടൈപ്പ് വേരിയൻസ് ഉണ്ട്, ഫേവറബിൾ വേരിയൻസ് ആൻഡ് അൺഫേവറബിൾ. ഓക്കെ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എന്ന് പറയുന്ന പോലെ. When actual cost is less than the standard cost or profit is better than the standard profit. കോസ്റ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കുറവാണ് ആക്ച്വൽ കോസ്റ്റ് എങ്കിൽ അതൊരു ഫേവറബിൾ വേരിയൻസ് ആണ്. അതർവൈസ് പ്രോഫിറ്റിന്റെ കേസാണ് പറയുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് ഇത്രയാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് നമ്മളുടെ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹയർ ദാൻ ദി സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അതും ഫേവറബിൾ വേരിയൻസ് ആണ്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അൺഫേവറബിൾ വേരിയൻസ്. ദാറ്റ് മീൻസ് വെൻ ദി ആക്ച്വൽ കോസ്റ്റ് ഈസ് മോർ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓർ പ്രോഫിറ്റ് ഈസ് ബെറ്റർ ദാൻ ദി സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ്. ഇതാണ് ഒരു നെഗറ്റീവ് ആയിട്ട് നമ്മൾ കാണുന്നത്. അതായത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ബിസിനസ്സിലുണ്ടായ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹയർ ദാൻ ദി സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഇനി പ്രോഫിറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ദി ആക്ച്വൽ പ്രോഫിറ്റ് ഈസ് ലെസർ ദാൻ ദി സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ്. ഇതാണ് ഇത്തരം ഒരു സിറ്റുവേഷൻ ആണ് അൺഫേവറബിൾ വേരിയൻസ്. ഓക്കെ, നമ്മൾ പ്രോബ്ലം സൈഡിലേക്ക് വരുമ്പോഴേക്കും ഇതിൽ ഏത് വേരിയൻസ് വേണമെങ്കിലും വരാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക, ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ വേരിയൻസ്. ഇനി ടൈപ്സ് ഓഫ് വേരിയൻസ്. ഇനി നമ്മൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ വേരിയൻസ് എന്ന ടോപ്പിക്, ഇതിന്റെ ടൈപ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഫസ്റ്റ് വൺ, അതില് എല്ലാ കാര്യങ്ങളിലും വേരിയൻസ് ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ലേബർ ഓവർഹെഡ്സ് വേരിയബിൾ ആൻഡ് ഫിക്സഡ് ഓവർഹെഡ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽസ്, ലേബർ ആൻഡ് വേരിയബിൾ ഓവർഹെഡ്സ്, അതൊരു ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഓവർഹെഡ്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ആ ഒരു വേരിയൻസ് ജസ്റ്റ് അതിന്റെ ഒരു മെറ്റീരിയൽസ്, ലേബർ, വേരിയബിൾ ഓവർഹെഡ്, അതിന്റെ സബ് പോയിന്റ് നോക്കുക, അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ നോക്കാം. പ്രൈസ് ഓർ റേറ്റ് വേരിയൻസ്, അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വേരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ പ്രൈസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുമ്പോൾ അതൊരു വേരിയൻസ് ആണ്. രണ്ടാമത് പറയുന്നത് വേരിയൻസ് ഇൻ ക്വാണ്ടിറ്റി ഓർ എഫിഷ്യൻസി വേരിയൻസ്,
difference between actual amount of input used and amount of input ഇരുന്ന സ്റ്റാൻഡേർഡ് ഇൻപുട്ടിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് അതും ദെൻ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അതാണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫിക്സഡ് ഓവർഹെഡ് നോക്കാം. ഫിക്സഡ് ഓവർഹെഡിൽ പറയുന്നത് ബഡ്ജറ്റ് വേരിയൻസ്, ദാറ്റ് മീൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റഡ് എമൗണ്ട് ഓഫ് ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓവർഹെഡ് കോസ്റ്റ് ഉണ്ട് വിച്ച് ഇസ് ഫിക്സഡ്, ദെൻ ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ അതാണ് ഒരു. നെക്സ്റ്റ് വൺ വോളിയം വേരിയൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ എമൗണ്ട് ഓഫ് ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് അപ്ലൈഡ് ആൻഡ് എമൗണ്ട് ഓഫ് ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് ഒറിജിനലി ബഡ്ജറ്റ്. അതായത് ഓവറോൾ ഫിക്സഡ് ഓവർഹെഡ്സ് എത്രയാണോ അതും ദെൻ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒറിജിനലി ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ബഡ്ജറ്റഡ് ഫിഗേഴ്സ് എത്രയാണോ അതിന്റെ ഓവറോൾ ഫിഗറും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ ഇത്രയും ടൈപ്സ് ഓഫ് വേരിയൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. പ്രോബ്ലം സൈഡിൽ നമ്മളിത് പിന്നീട് കാണുന്നതായിരിക്കും. നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് വേരിയൻസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അപ്പൊ എപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് വീണ്ടും ഓർപ്പിക്കുന്നു, വേരിയൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ. ഓക്കെ, അത് മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്, മെറ്റീരിയൽ പ്രൈസ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ്. ഇതാണ് ആ ഒരു മനസ്സിൽ എപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ട ആ ഒരു കൺസിഡറേഷൻ. ഇതാണ്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, മെറ്റീരിയൽ cost variance. The difference between the standard cost of direct materials specified for the production and the actual cost of direct materials used in the production is known as material cost variance. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു ഇത്ര ആയിരിക്കണം ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇതാണ് ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ അതേപോലെ തന്നെ ആക്ച്വലി പ്രാക്ടിക്കലി സംഭവിച്ചപ്പോൾ എത്രയാണോ നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് എന്നുള്ളതും ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. MC ഇസ് ഈക്വൽ ടു, അത് കാണാനുള്ള ഒരു ഈക്വേഷൻ ഉണ്ട്. ഈ ഈക്വേഷൻ ആണ് നമ്മൾ പ്രോബ്ലം സൈഡിലും കാണുന്നത്. ആ ഈക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ്, ഇതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. ഓക്കെ, സ്റ്റാൻഡേർഡിന്റെ കേസ് ആകുമ്പോഴേക്കും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ഡിഫറൻസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ സെയിം കാര്യം തന്നെ മെറ്റീരിയൽ പ്രൈസ്. ഇനി പ്രൈസിന്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ the standard price and the actual price for the actual quantity of materials used for the production. അതായത് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ആക്ച്വൽ യൂസ് ചെയ്ത ക്വാണ്ടിറ്റി എത്രയാണോ അതിന്റെ ആ ക്വാണ്ടിറ്റിയുടെ പ്രൈസിലുള്ള ഡിഫറൻസ്, സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. MPV ഇസ് ഈക്വൽ ടു ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു എത്രയാണോ നമ്മൾ ക്വാണ്ടിറ്റി ഇൻപുട്ട് ആയിട്ട് നൽകിയത് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്, ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇതാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. നെക്സ്റ്റ് ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ഇവിടെ യൂസേജിനെ പറ്റിയാണ് പറയുന്നത്, ദാറ്റ് മീൻസ് ക്വാണ്ടിറ്റിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ പ്രൈസ് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഡിഫറൻസ് സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു. കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു. മെറ്റീരിയൽ യൂസേജിന്റെ കേസിൽ ക്വാണ്ടിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഓക്കെ, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഈസ് the difference between the standard quantity specified for actual production and the actual quantity used at the standard purchase. നമ്മൾ ആ യഥാർത്ഥത്തിലുള്ള ക്വാണ്ടിറ്റി അതിൽ ആ ഒരു ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, നമ്മൾ നേരത്തെ പ്രീഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രൈസ് ഇൻറ്റു ആ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ക്വാണ്ടിറ്റീസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇതാണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ഒരു തിയറി പാർട്ടിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു പ്രോബ്ലം നമ്മൾ ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ക്ലിയർ ആവും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന
ലേബർ വേരിയൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേബർ ഇതുപോലെ തന്നെ 3 വേരിയൻസ് നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ലേബർ കോസ്റ്റ് വേരിയൻസ്, ലേബർ ആൻഡ് ടൈം വേരിയൻസ്. പിന്നെ ഒരു അഡീഷണൽ കാര്യം വരുന്നത് ഐഡിൽ ടൈം വേരിയൻസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ലേബർ കോസ്റ്റ് വേരിയൻസ് നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ഡയറക്ട് ലേബർ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ആക്ച്വൽ ഡയറക്ട് ലേബർ കോസ്റ്റ്. അതായത് ഓവറോൾ ലേബർ കോസ്റ്റ് എത്രയാണോ ആക്ച്വൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ലേബർ കോസ്റ്റ് വേഴ്സസ് ദെൻ ആക്ച്വൽ ലേബർ കോസ്റ്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. നേരത്തെ ചെയ്ത പോലെ എങ്ങനെയാണ് ലേബർ കോസ്റ്റ് കാണുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കി ഇത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ലേബർ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടൈം ഇൻറ്റു റേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ലേബർ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് വേജ് റേറ്റ്, ഇതാണ് സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് കാണുന്നത്. ഇതേപോലെ തന്നെ ഇതേ സെയിം കാര്യം തന്നെ ആക്ച്വലിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ എത്രയാണ് നമ്മളുടെ കോസ്റ്റ് എന്നുള്ളത്, ലേബർ കോസ്റ്റ് എന്നുള്ളത്, ആക്ച്വൽ ടൈം ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ കോസ്റ്റ് വേരിയൻസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ ഈക്വേഷൻസ് തന്നെയാണ് അവിടെ ലേബറിലേക്ക് വരുമ്പോഴും ജസ്റ്റ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി എന്നുള്ള അവിടെ പ്രൈസും ക്വാണ്ടിറ്റി ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത് ടൈം ആൻഡ് റേറ്റ് എന്നുള്ള കാര്യം ഉപയോഗിച്ചാണ്. നെക്സ്റ്റ് വൺ, ലേബർ റേറ്റ് വേരിയൻസ്, LRV. The labor rate variance measures the difference between the actual and expected cost of labor. Okay, that means actual time എത്രയാണോ ലേബേഴ്സ് സ്പെൻഡ് ആക്ച്വൽ ടൈം എത്രയാണോ നമ്മൾ ആക്ച്വലി സ്പെൻഡ് ചെയ്തത് ആ ടൈം ഇൻറ്റു ആ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേറ്റ്, സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. ഓക്കെ, സോ ആ ഇക്വേഷൻ നോക്കുക, ആക്ച്വൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. ഓക്കെ, ഇതാണ് ലേബർ. നെക്സ്റ്റ് വൺ, ലേബർ ടൈം വേരിയൻസ്, എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്ന പോലെ. അതായത് നമ്മൾ നേരത്തെ ക്വാണ്ടിറ്റി ആയിരുന്നു, അവിടെ മെറ്റീരിയൽസിന്റെ കേസിന് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആയിരുന്നു. ബട്ട് ലേബറിന്റെ ഇവിടെ ക്വാണ്ടിറ്റി അല്ല, എഫിഷ്യൻസിയാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ദി ആക്ച്വൽ പ്രൊഡക്ഷൻ അച്ചീവ്ഡ് ആൻഡ് ദി അവേഴ്സ് ആക്ച്വലി വർക്ക്ഡ് വാല്യൂഡ് അറ്റ് ദി സ്റ്റാൻഡേർഡ് ലേബർ റേറ്റ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, എഫിഷ്യൻസി എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ടൈം എത്രയാണോ അതിൽ നിന്നും ആക്ച്വൽ ടൈം എത്രയാണോ ഡിഫറൻസ്, ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകാം എഫിഷ്യൻസി എത്രയാണെന്നുള്ളത്. സോ നമുക്ക് അതിന്റെ ഇക്വേഷനിലേക്ക് നോക്കാം. ലേബർ ടൈം വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. ദാറ്റ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലേബർ ടൈം. ആ ലേബർ ടൈമിലെ ഡിഫറൻസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേബർ ടൈം വേരിയൻസ് അല്ലെങ്കിൽ എഫിഷ്യൻസി വേരിയൻസ് നമുക്ക് കിട്ടും. ദ നെക്സ്റ്റ് വൺ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ അഡീഷണൽ ആയിട്ട് വരുന്നത് ഐഡിൽ ടൈം വേരിയൻസ്. ഐഡിൽ ടൈം വേരിയൻസ് ഇസ് ദ പാർട്ട് ഓഫ് ലേബർ വേരിയൻസ് which happens due to abnormal idle time. ഓക്കെ, ഏതെങ്കിലും കേസിൽ നമുക്ക് ഈ ഐഡിൽ ടൈം വേരിയൻസ്, അത് അബ്നോർമൽ ഐഡിൽ ടൈം യൂസ് ചെയ്തുകൊണ്ട് സംഭവിച്ചത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും കേസ് ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അതാണ് അതിന്റെ ഒരു ഇക്വേഷൻ. ITV, ഐഡിൽ ടൈം വേരിയൻസ്, ഈസ് ഈക്വൽ ടു ഐഡിൽ ടൈം എത്രയാണോ ആക്ച്വൽ ഐഡിൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അത് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ, അതിന്റെ ഒരു വേരിയൻസ് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് ലേബർ വേരിയൻസ് ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റേഷൻ. ലേബർ എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു എക്സ്പെൻസ് ആണ്. സോ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഓവർ ഹെഡ് വേരിയൻസിലും വരുന്നത്. സെയിം കാര്യങ്ങൾ തന്നെയാണ്, ഒരു റിപ്പീറ്റേഷൻ കൂടി. ജസ്റ്റ് അത് മാറി വേർഡ്സ് മാത്രമേ മാറുന്നുള്ളൂ. ആ ഒരു ഈക്വേഷൻ എല്ലാം സെയിം തന്നെയാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് കവർ ചെയ്ത് പോവാം. ഓവർ ഹെഡ് ഇസ് ദി അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്ട് മെറ്റീരിയൽ. എന്താണ് ഓവർ ഹെഡ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിനു മുമ്പ് പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഡയറക്റ്റ് ഐറ്റംസ് ആയിരുന്നു, മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് ലേബർ എന്നുള്ളതായിരുന്നു. ഓവർ ഹെഡ് മീൻസ് ദ സം ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, അതാണ് ഓവർ ഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, നമുക്ക് അതിന്റെ ഓരോരോ പാർട്ട് കവർ ചെയ്യാം. ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ഉണ്ട്. ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ദി ആക്ച്വൽ വേരിയബിൾ കോസ്റ്റ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു അഡീഷണൽ കാര്യം എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റും ദെൻ ഫിക്സഡ് കോസ്റ്റും, അതൊരു സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വേരിയബിൾ ഓവർഹെഡ്സിലുള്ള ഡിഫറൻസ് വേരിയൻസ് എത്രയാന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് മീൻസ് അതിന്റെ ഇക്വേഷൻ നോക്കുക, സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ്. എത്രയാണോ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് എത്രയാണോ അത് ഇൻറ്റു ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ടി നമ്മൾ എടുത്ത ടൈം.
ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ ആ ഈക്വേഷൻ ജസ്റ്റ് നോക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ്. യഥാർത്ഥത്തിൽ ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ. ദെൻ നെക്സ്റ്റ് വൺ, വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ variance. This variance arises due to the difference between standard variable overhead and actual variable overhead incurred. എത്രയാണ് വേരിയബിൾ ഓവർഹെഡ് അലൗഡ് ആയത്, എത്രയാണ് ഇൻകേർഡ് ആയത്, അത് തമ്മിലുള്ള വ്യത്യാസമാണ്. അതിന്റെ ഇക്വേഷൻ നോക്കുക. സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ അവേഴ്സ് മൈനസ് ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ്. ഓക്കെ, എല്ലാത്തിലും ഈ ഒരു ഈക്വേഷൻസ് നോക്കുക. നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രോബ്ലത്തിലും ഇതിപ്പോ തിയറിയാണ് കവർ ചെയ്യുന്നതിൽ ചെയ്യുന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ പ്രോബ്ലത്തിൽ ചെയ്യുമ്പോഴേക്കും കുറച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഒരു ഓവർഹെഡ് കോസ്റ്റ് കൂടി പറയുന്നു, ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ്. Fixed overhead cost variance is the difference between standard fixed overhead cost for the actual output and actual fixed overhead variance. And the equation നോക്കുക. Standard hours for actual output into standard fixed overheads rate minus actual fixed overheads. ഓക്കെ, ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. നമുക്കത് ഇതിന് ശേഷം നമ്മൾ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കാണും. ഇതിന് ശേഷം നമ്മൾ കുറച്ചൊരു കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇനി ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറിയിൽ നമ്മൾ പ്രോബ്ലത്തിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുവാണ്, അതിന്റെ ഈക്വേഷൻസ് കാര്യങ്ങളും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് നമുക്കത് നോക്കാം. മെറ്റീരിയൽ വേരിയൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ജസ്റ്റ് പ്രോബ്ലം നമുക്കിവിടെ കൊടുക്കുന്നുണ്ട്. ആ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് വായിക്കാം. എ മാനുഫാക്ചറിംഗ് കൺസേൺ വിച്ച് ഹാസ് അഡോപ്റ്റഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് furnish the following information. Standard material for 70 kilo finished product is equal to 100 kg. Price of material rupees 1 per kg. നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് തന്നേക്കുന്നത്. ഓക്കെ, അതായത് 70 kg ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 100 kg ആണ്. ഓക്കെ, ദെൻ അതിന്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് rupees 1 per kg. ഇനി ആക്ച്വലി ആക്ച്വൽ ആയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 210,000 kgs ആണ് ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് 280,000 കിലോ. ഇത്രയാണ് ആക്ച്വൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി യൂസ് ചെയ്ത മെറ്റീരിയൽസിന്റെ കോസ്റ്റും ഇവിടെ നൽകിയിട്ടുണ്ട് 252,000. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, ദാറ്റ് മീൻസ് ക്വാണ്ടിറ്റി വേരിയൻസ്, ദെൻ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ സ്റ്റാൻഡേർഡ് വാല്യൂ തന്നിട്ടുണ്ട്, ദെൻ ആക്ച്വൽ വാല്യൂ തന്നിട്ടുണ്ട്, അതിന്റെ മെറ്റീരിയലിന്റെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിന്റെ കോസ്റ്റും തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 70 കിലോ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന് വേണ്ടിയുള്ളതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് 70 കിലോ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് നൽകേണ്ടത് 100 കിലോ മെറ്റീരിയൽസ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം. 210,000 കിലോഗ്രാം ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആണ് നമ്മളിവിടെ ആക്ച്വലി നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും 210,000 കിലോഗ്രാം ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ വേണ്ട സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. 210,000 into 100 divided by 70. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് നോക്കാം 3 lakh. അതായത് നേരത്തെ പറഞ്ഞ ആ റേഷ്യോ ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, is equal to 3 lakh kilogram. That means 70 kilogram ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ 100 kilogram മെറ്റീരിയൽസ് വേണമെങ്കിൽ 210,000 kilogram ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ 3 lakh kilogram മെറ്റീരിയൽസ് ആവശ്യമാണ്. ഇനി എന്താണ് ആക്ച്വലിലേക്ക് വരാം. ആക്ച്വൽ പ്രൈസ് പെർ കിലോ. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, rupees 1 per kg തന്നിട്ടുണ്ട്. ഇനി ആക്ച്വൽ പ്രൈസ് എത്രയാണ് ശരിക്കും വന്നത്? ഓവറോൾ അതായത് 280,000 കിലോഗ്രാം മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കോസ്റ്റും തന്നിട്ടുണ്ട് 252,000 ആയിട്ടുള്ളൂ. അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 252,000 divided by 280 is equal to
0.90. That means 90 പൈസയാണ് 1 കിലോഗ്രാമിന് വേണ്ടി നമുക്ക് ആക്ച്വൽ പ്രൈസ് ആയിട്ട് ചാർജ് ചെയ്തേക്കുന്നത്. അതായത് ആക്ച്വൽ പ്രൈസ് 0.90. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഓരോ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് മെറ്റീരിയൽ യൂസ്, അതായത് ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു, അത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇതിൽ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക. സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഓക്കെ, അതായത് യൂസേജ് വേരിയൻസ് ആണ് പറയുന്നത്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമുക്കറിയാം 3 lakh ആണ്, ബട്ട് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ജസ്റ്റ് 2,80,000 ആണ്. ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ₹1. 1 into 20,000 is equal to 20,000. ഇവിടെ മനസ്സിലാക്കുക, ഫേവറബിൾ ആയിട്ടുള്ള ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ദെൻ അതൊരു ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ വാല്യൂ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കൂടുതലും ആക്ച്വൽ ക്വാണ്ടിറ്റി കുറവാണ്. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 3 lakh ആണ് യൂസ് ചെയ്യേണ്ടത്, ബട്ട് നമ്മൾ ജസ്റ്റ് 2,80,000 യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ അത്രയും ഔട്ട്പുട്ട്, ആ സെയിം ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. ഇത് നമ്മൾ പ്രൈസ് വേരിയൻസ് ആണ് കാണുന്നത്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ്. പ്രൈസിൽ ഡിഫറൻസ് ആണ് നമ്മൾ ഇനി കാണുന്നത്. ഓക്കെ, സോ അതിന്റെ വേരിയൻസ് നോക്കാം. സ്റ്റാൻഡേർഡ് പ്രൈസ് നമ്മൾ കണ്ടു, ₹1 എന്നുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആക്ച്വൽ പ്രൈസ് എത്രയാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ജസ്റ്റ് 90 പൈസ. ദാറ്റ് മീൻസ് 0.90 rupees. ഓക്കെ, ഇനി ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ് നമ്മൾ യൂസ് ചെയ്തത് എന്നുള്ളത് നോക്കുക. ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്തത് 2,80,000 ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ ദി പ്രൈസ്, സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ്. 1 minus 0.90 is equal to 0.10 rupee. 2,80,000 into 0.10 is equal to 28,000. ഫേവറബിൾ ആണ്. ഓക്കെ, അതായത് പ്രൈസിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ₹1 യൂസ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് 0.90 റേറ്റിലാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുവഴി നമുക്കൊരു 28,000 rupeesന്റെ കോസ്റ്റിൽ കുറവുണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതലാണെന്ന് പറയാം. ഓക്കെ, വാട്ട് എവർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫേവറബിൾ സിറ്റുവേഷൻ ആണ്. നെക്സ്റ്റ് വൺ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഇനി നമ്മൾ പറയുന്നത് ഓവറോൾ കോസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇങ്ങനത്തെ ഈ ഒരു ക്വസ്റ്റിന്റെ ബേസ് ചെയ്തിട്ട് ഓവറോൾ കോസ്റ്റ് ഉണ്ടായ വേരിയൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ റേറ്റ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ റേറ്റ്. നോക്കുക, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 3 lakh. സ്റ്റാൻഡേർഡ് റേറ്റ് ₹1. ആക്ച്വൽ ക്വാണ്ടിറ്റി 2,80,000. ആക്ച്വൽ റേറ്റ് എത്രയാണ് ചെയ്തത്? 0.90. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 48,000 rupees. ഫേവറബിൾ സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, 48,000 rupees നമ്മളുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു വേരിയൻസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് അതിന്റെ ജസ്റ്റ് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ഷോർട്ട് കട്ട് ആണ്. അത് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നൽകിയിരിക്കുന്നത് MCV ഈസ് ഈക്വൽ ടു, അതായത് കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു പ്രൈസ് വേരിയൻസ് പ്ലസ് ക്വാണ്ടിറ്റി വേരിയൻസ് ആൻഡ് യൂസേജ് വേരിയൻസ്. നേരത്തെ നമ്മൾ ചെയ്ത 48 ഇപ്പൊ കണ്ടുപിടിച്ച 48,000 ഈസ് ഈക്വൽ ടു പ്രൈസ് വേരിയൻസ് ആയിട്ട് കിട്ടിയ 20,000 പ്ലസ് ക്വാണ്ടിറ്റി വേരിയൻസ് ആയിട്ട് കിട്ടിയ 20,000. ഇതെല്ലാം ഇപ്പോഴും ഈ ഇക്വേഷൻ സെയിം ആയിരിക്കും, ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതാണ് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് വൺ ലേബറുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് കവർ ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് ലേബർ. ഇപ്പൊ തരുന്ന ഇക്വേഷനിൽ ലേബറുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ലേബർ കോസ്റ്റ് വേരിയൻസ്. ലേബർ കോസ്റ്റ് വേരിയൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് 100 units, സ്റ്റാൻഡേർഡ് അവേഴ്സ് 500 hours. ഓക്കെ, അതായത് 100 units പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് അവേഴ്സ്, സ്റ്റാൻഡേർഡ് 500 hours സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് 100 units പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ വേജ് റേറ്റ് പെർ അവർ. സ്റ്റാൻഡേർഡ് റേറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് ₹2 per hour. ഇനി ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. 85 units ആണ് ആക്ച്വൽ പ്രൊഡക്ഷൻ സംഭവിച്ചത്. ആക്ച്വൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 450 hours. ഓക്കെ, 450 hours ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 85 units ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു.
നെക്സ്റ്റ് വൺ ആക്ച്വൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് 2 ആയിരുന്നു സ്റ്റാൻഡേർഡ് റേറ്റ്, ബട്ട് ആക്ച്വൽ വേജ് റേറ്റ് അതിലും കൂടുതലാണ് 2.10 പെർ അവർ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ലേബർ കോസ്റ്റ് വേരിയൻസ്, ദാറ്റ് മീൻസ് ഓവറോൾ കോസ്റ്റ് ആണ്. നമുക്കപ്പോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നോക്കാം, ആവറേജ് കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റ് നോക്കാം. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റാൻഡേർഡ് ടൈം ഫോർ 1 യൂണിറ്റ്, ഒരു യൂണിറ്റ് അതായത് സ്റ്റാൻഡേർഡ് ടൈമിൽ നമ്മൾ തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് വാല്യൂ 100 യൂണിറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 500 അവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ യൂണിറ്റ് പ്രിപ്പയർ ചെയ്യാൻ 5 അവേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് ടൈം. ഇനി സ്റ്റാൻഡേർഡ് അവേഴ്സ് നോക്കാം. നമുക്ക് അത് വെച്ച് നോക്കാം 85 യൂണിറ്റ്സ്, അതായത് സ്റ്റാൻഡേർഡ് ടൈം വെച്ച് നോക്കുമ്പോൾ ഒരു യൂണിറ്റ് പ്രിപ്പയർ ചെയ്യാൻ, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ടൈം എങ്കിൽ 85 യൂണിറ്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന ടൈം എടുക്കേണ്ട ടൈം, യഥാർത്ഥത്തിൽ ആക്ച്വലി സംഭവിക്കേണ്ട ടൈം എന്ന് പറയുന്നത് ആ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ 425 അവേഴ്സ് ആണ്. ബട്ട് ഇവിടെ ആക്ച്വലി നമുക്ക് സംഭവിച്ചിരിക്കുന്ന അവർ എന്ന് പറയുന്നത് 450 അവേഴ്സ് ആണ്. ഓക്കെ, ഇതാണ് അതിലെ വ്യത്യാസം. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇൻറ്റു ആക്ച്വൽ കോസ്റ്റ് എന്നുള്ളതാണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? സ്റ്റാൻഡേർഡ് അവേഴ്സ് ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ, ആക്ച്വൽ പ്രൊഡക്ഷന്റെ സ്റ്റാൻഡേർഡ് അവേഴ്സ് എത്രയാണ്? 85 യൂണിറ്റ്സ് ആണ് ആക്ച്വൽ പ്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ സ്റ്റാൻഡേർഡ് അവർ എന്ന് പറയുന്നത് 425 ഇൻറ്റു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മൈനസ്, ഇനി എന്താണ് ആക്ച്വൽ കോസ്റ്റ് നോക്കുക. ആക്ച്വലി നമുക്ക് സംഭവിച്ച ആക്ച്വൽ അവേഴ്സ് എത്രയാണ്? 450 അവേഴ്സ് ആണ്. ദെൻ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് 2.10 തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 850 മൈനസ് 945. സോ ആൻസർ എന്ന് പറയുന്നത് 95, അതായത് -95 എന്ന് കാണിക്കാം, അല്ലെങ്കിൽ 95 റുപ്പീസ് ബ്രാക്കറ്റിൽ അൺഫേവറബിൾ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു അൺഫേവറബിൾ സിറ്റുവേഷൻ ആണ്. കാരണം സ്റ്റാൻഡേർഡിനേക്കാളും ഒരുപാട് വേരിയൻസ് കൂടുതലാണ് ആക്ച്വൽ ആയിട്ട് സംഭവിച്ചിരിക്കുന്നത്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അതൊരു അൺഫേവറബിൾ സിറ്റുവേഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിനായിട്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു 2-3 തിയറിയും കൂടെ കവർ ചെയ്യുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. ഓക്കെ, ഇതിന് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്, നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു സ്റ്റാൻഡേർഡ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡ്സ് ആർ ഡിസൈൻഡ് ടു എൻഷുർ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ദ മെഷർമെന്റ്, അസൈൻമെന്റ് ആൻഡ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. നോർമൽ സ്റ്റാൻഡേർഡ്സിന്റെ ഡെഫിനേഷൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, നോർമൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത് ജസ്റ്റ് ഗൈഡ് ലൈൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഗൈഡ് ലൈൻസ് ഫോർ ദി പ്രസന്റേഷൻ ഓഫ് ഫിനാൻസ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗൈഡ് ലൈൻസ് ആണ് പറയുന്നത് ടു എൻഷുർ, എന്തിനു വേണ്ടിയുള്ളതാണ്? യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻ ദി മെഷർമെന്റ്, അസൈൻമെന്റ് ആൻഡ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് ഒരു ലിസ്റ്റ് ആണ്, നിങ്ങൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി മാത്രമേ, അത് പഠിക്കാനായിട്ടില്ല. ദാറ്റ് മീൻസ് എന്തൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്, ഏതൊക്കെ കാര്യങ്ങൾ ഇതിൽ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്, അതായത് ഒരു കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് മുതൽ അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ മെഷർ ചെയ്യണം, അത് നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ ആൻഡ് അലോക്കേഷൻ. ഈ 3 കാര്യങ്ങളാണ്, ഈ 3 കാര്യം ഇവിടെ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഓരോരോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 ടോപ്പിക് കൂടി ജസ്റ്റ് കവർ ചെയ്യുന്നു. റവന്യൂ മാനേജ്മെന്റ് കൺസെപ്റ്റ്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റവന്യൂ മാനേജ്മെന്റ് കൺസെപ്റ്റ്, കൺസെപ്റ്റ് ദാറ്റ് നോട്ട് ഓൺലി high period demand, it helps stimulating demand in low periods while avoiding price cannibalism. അതായത് ഉദ്ദേശിക്കുന്നത്, റവന്യൂ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾക്ക് മാർക്കറ്റ് സിറ്റുവേഷൻ ഫേവറബിൾ ആയിരിക്കുമ്പോൾ മാക്സിമം ഡിമാൻഡ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അത് ഉണ്ടാകുന്നു, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നോക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതിലുപരി ലോ ഡിമാൻഡ് അല്ലെങ്കിൽ അൺഫേവറബിൾ സിറ്റുവേഷൻസിലും ഒരു ആവറേജ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക, ആവറേജ് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന എയിം ചെയ്തുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന കൺസെപ്റ്റ് ആണ് റവന്യൂ മാനേജ്മെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. റവന്യൂ മാനേജ്മെന്റ് ഈസ് എ ലോങ് ടേം സ്ട്രാറ്റജി, ടേക്സ് all revenue with their profitability into consideration, can sell low rates even in high demand period. അതായത് അൺഫേവറബിൾ ആയിക്കോട്ടെ ഫേവറബിൾ സിറ്റുവേഷൻ ഒരു ഓഫ് കോഴ്സ് ഫേവറബിൾ സിറ്റുവേഷനിൽ നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും, ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, കാരണം ഹൈ ഡിമാൻഡ് ആയിരിക്കും.
ബട്ട് ഒരു ലോ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതായത് അൺഫേവറബിൾ സിറ്റുവേഷൻസിലും ഒരു ആവറേജ് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ചെയ്യുന്ന എല്ലാ സ്റ്റെപ്സും ഇതിന് കീഴിലാണ് വരുന്നത്. റവന്യൂ മാനേജ്മെന്റ് കൺസെപ്റ്റ്. ഓക്കെ, ഇത് കൂടുതലും ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ അറ്റ് പ്രസന്റ് ഇപ്പോൾ ഒരുപാട് സെക്ടേഴ്സിൽ എങ്കിലും, ഫോർ എക്സാമ്പിൾ ഹോട്ടൽ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മളിത് ഒരുപാട് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. കാരണം അതായത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൈ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലും അല്ലാത്തൊരു നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിലും ഒരു ആവറേജ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ അഡോപ്റ്റ് ചെയ്യുന്ന ഏത് ടെക്നിക്കും ഈ ഒരു കൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് അതിൽ വരുന്ന ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. റവന്യൂ മാനേജ്മെന്റ് കൺസെപ്റ്റ് പറയുന്ന ഒരു ടോപ്പിക് എന്റർപ്രൈസ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്താന്നുള്ളത്, EPM എന്താന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. EPM എന്നുള്ളത് ജസ്റ്റ് നോക്കാം. An area of business intelligence which monitors and manages an organization's performance according to key performance indicators. അതായത് ഇവിടെ പറയുന്നത് എന്റർപ്രൈസ് പെർഫോമൻസ് മാനേജ്മെന്റ്, ഈ EPM കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഓവറോൾ എന്റർപ്രൈസിനെ മാനേജ് ചെയ്യുക, അതായത് ഓവറോൾ എന്റർപ്രൈസിന്റെ ഇംപ്രൂവ്മെന്റ് ആണ് ഇവിടെ എയിം ചെയ്യുന്നത്. ഓക്കെ, ഓവറോൾ എന്റർപ്രൈസിന്റെ ഇംപ്രൂവ്മെന്റ് എയിം ചെയ്യുമ്പോൾ കാര്യം ഓരോ കീ ഫാക്ടേഴ്സ് ഏതൊക്കെയാണോ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് EPMന്റെ ഒരു പ്രത്യേകത. അതിന് പറയുന്ന മറ്റൊരു ഡെഫിനിഷൻ കൂടെ നോക്കാം. എ ഫ്രെയിംവർക്ക് ഫോർ ഓർഗനൈസിംഗ്, ഓട്ടോമേറ്റിംഗ് ആൻഡ് അനലൈസിംഗ് ബിസിനസ് മെത്തഡോളജീസ്, മെട്രിക്സ്, പ്രോസസ് ആൻഡ് സിസ്റ്റംസ് ടു ഡ്രൈവ് ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് ഓഫ് ദി ബിസിനസ്, ഈ ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റുകളും നല്ല രീതിയിൽ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ഓവറോൾ ബിസിനസിന്റെ പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എയിം ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് EPM. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻസ് ട്രാൻസ്ലേറ്റ് എ യൂണിഫൈഡ് സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഇൻ ടു പ്ലാൻസ്, മോണിറ്റർ എക്സിക്യൂഷൻ ആൻഡ് ഡെലിവർ ക്രിട്ടിക്കൽ ഇൻസൈറ്റ് ടു ഇംപ്രൂവ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ പെർഫോമൻസ്. EPM ഡ്രൈവേഴ്സ് നമുക്ക് നോക്കാം. ഇത് എങ്ങനെയൊക്കെയാണ് പോസിബിൾ ആവുന്നുള്ളത്. ക്രിയേറ്റ്സ് എ ക്ലിയർ ലിങ്ക് ബിറ്റ്വീൻ മാനേജ്മെന്റ്, ബിസിനസിന്റെ ഐഡിയയും ഓഫ് കോഴ്സ് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അങ്ങനെയാണ് അത് തമ്മിലുള്ള ജസ്റ്റ് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ഇത് പോസിബിൾ ആക്കുന്നു. ക്രിയേറ്റിംഗ് എ ഷെയർഡ് വിഷൻ ഓഫ് ദ ബിസിനസ് സ്ട്രാറ്റജി, ദെൻ കൾച്ചർ ചേഞ്ച്, ഡിറ്റർമിൻ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ്, improve business performance, increase accountability to achieve making business strategy transparent and clear to all employees. Okay, so ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസിന്റെ ഓരോ ഏരിയയും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓവറോൾ പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ കവർ ചെയ്യാനുള്ളത്. സോ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇന്നും നമ്മൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതെല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി ഗ്രൂപ്പിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മറ്റ് സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേഴ്സണലിയോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, so let's wind up. Thank you guys.